ഹായ് ഗൈസ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് 10 മിനിറ്റായി എൻ്റെ വീട്ടിലെത്തിയിട്ട്. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന തറവാട് വീട്. വിഷു ആഘോഷിക്കുന്നതിനായി എത്തിയതാണ്. എൻ്റെ ഏട്ടന്മാരും ഏടത്തിമാരും മക്കളുമൊക്കെ അല്പസമയത്തിനുള്ളിൽ എത്തും. ഇവിടെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്. ഇനിയുള്ള വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ഞാൻ ലൈവ് വന്ന് നിങ്ങളെ അറിയിക്കും. അകത്തേക്ക് കേറ്. അല്ല അമ്മ, ഞാനിവിടെ എത്തിയത് എല്ലാവരും ഒന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞ വന്ന കാലിൽ നിക്കണേ. എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ ചോദിക്കണമെങ്കിൽ ഈ കുന്തൊന്നും ഓഫ് ചെയ്താലേ പറ്റും. എന്താ കുട്ടികളൊന്നും കൊണ്ടുവരാൻ നീ? അവൾക്ക് ലീവ് കിട്ടിയില്ല അച്ഛാ. അവളില്ലാതെ പിന്നെ മക്കളെ കൊണ്ടുവന്നാ ഞാൻ നോക്കണ്ടേ? വിഷുവിന് ലീവില്ലേ? അമ്മ കർണാടകയിൽ എന്ത് വിഷു, ബാംഗ്ലൂരല്ലേ, അവിടെ വിഷു സംക്രാന്തി ഒന്നുമില്ല. ഇനി വരുമ്പോ അവരെ കൂടി കൊണ്ടുവരാല്ല. അതെ, ഒന്ന് ചിരിച്ചിരുന്നോട്ടാ. ഒരു വീഡിയോ. ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ അച്ഛൻ, ഇതമ്മ. ഏട്ടന്മാരെ കാത്തിരിക്കുന്ന ഇരിപ്പാണ്. അപ്പൊ നാളെയാണ് ഇവിടെ വിഷു ആഘോഷം. അതിന്റെ എല്ലാ മുഹൂർത്തങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അപ്പൊ എല്ലാവരും കാണണം. ഉണ്ടായിരിക്കുമ്പോ ഇത് പറഞ്ഞേട്ടെ. അല്ല, സൂതേട്ടൻ ഇതപ്പ എത്തി? ഞാൻ ഇന്നലെ വന്നു. അത് ശരി. അപ്പൊ എടുത്തിയമ്മ മക്കളോ? അവള് വന്നില്ല, അവൾക്കൊരു വയറുവേദന. ഓഹോ, അതുകൊണ്ട് അവളും മോളും വന്നില്ല. എന്റെ പറഞ്ഞ അവിടെ. അല്ല, മൂത്തവൾക്ക് പരീക്ഷ, അപ്പൊ അവൾക്ക് ലീവ് കിട്ടിയില്ല. ഏപ്രിൽ മാസത്തിലെ പരീക്ഷ. സൂതേട്ടനും അളിയൻ ഉണ്ണിയും കൊന്നപ്പൂവും പച്ചക്കറിയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള 2 ദിവസം ഇവിടെ ആഘോഷത്തിന്റെ പൂരമാണ്. അച്ഛന്റെ അമ്മയുടെയും കൂടെ ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ഇത് കാണണം. അടിയാ തടിച്ച് കൊഴുത്ത പട്ടിക്കുട്ടി പോലെ ഉണ്ട് അല്ലേ? ഒരു കുറവില്ല അല്ലേ? കുഴപ്പമില്ല. ഇല്ലാണ്ട് അങ്ങോട്ട് വരില്ലല്ലോ. നല്ല പടം കിട്ടുവനെ. അമ്മൂമ്മയ്ക്കും കണ്ടടിയുണ്ട്, കുട്ടിക്കും കണ്ടടിയുണ്ട്. എന്തൊന്നും പറയണ്ട. എന്തൊരു വരണത് നോക്കിട്ടേ പച്ചക്കറി ഒക്കെ അകത്തേക്ക് വെക്ക്. എന്താണ് സാധനം കൊണ്ടുവന്നു? എന്താ, എനിക്ക് വീട്ടിൽ കയറി ശ്വാസം വിടാനുള്ള സമയം എന്താ നിങ്ങള്? അല്ല, കിട്ടിയില്ലെങ്കിൽ വേറെ ഏർപ്പാടാക്കണം. അതാണ്. എന്താണ് നിങ്ങള് ഇത് കൊണ്ടുവരാണ്ട് വരികയാണ്? അല്ല, അതറിയാം. എന്നാലും നീ തിരക്കായിട്ട് നീ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കണ്ടേ, ആവശ്യത്തിനുണ്ട്. വീഴ്ച അങ്ങോട്ട് തകർക്കാം നമുക്ക്. പിന്നെന്താ? അത് നമുക്ക് രാഘവനെ വിളിക്കാം. അല്ല, രാഘവേട്ടനെ എന്തായാലും വിളിക്കണം. നമ്മൾ വിളിക്കണം. വെള്ളം ഒഴിക്കേണ്ട, അത് ഐസ് ഇടേണ്ടതാണ്. ഈ ചക്കനെ കൊണ്ടാണ് തോറ്റത്. കുടിക്കാൻ വേണ്ടി മേടിച്ചാണോ അതാണ് സൂട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചാണോ? അല്ല, ഇതേ നമ്മൾ എന്താ കഴിക്കണെന്ന് ജന അറിഞ്ഞില്ലേ, പിന്നെ കഴിച്ചിട്ട് എന്താ കാര്യം? ആ പേരൊന്ന് കാണിച്ചു നോക്ക്. എന്റെ മുഖം എടുക്കരുത് കേട്ടോ. ഇല്ലെന്ന് പഠിപ്പിക്കുന്ന കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിയാന്ന് പറയും. നോക്കാം. ഏതാ ഉണ്ണികളീനെ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ കൊണ്ട് വിളിക്കുന്നാല് വിളിക്കണോടാ? വേണ്ടാതെ അളിയൻ കഴിച്ചാൽ ഛർദിക്കും. എന്താ ഈ ചക്കൻ പറഞ്ഞത്? എടാ, സ്വകാര്യമായിട്ടൊക്കെ കഴിക്കലുണ്ട്. കഴിക്കണ്ടെന്നൊക്കെ എനിക്കറിയാം. മകള് കുട്ടി ജർമ്മനിയിൽ നിന്ന് കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാഴ്ച എപ്പോഴും അടിച്ചു പിറ്റാന്നാ പറഞ്ഞു കേൾക്കും. അപ്പൊ നമ്മൾ വിളിക്കാത്ത കാരണം മാറി നിൽക്കുകയാണ്, വേറെ ഒന്നല്ല. അതിനുണ്ടാവില്ലേ ഭക്ഷണമൊക്കെ? ഉണ്ട്, മുഖത്ത് കൊതിയൊക്കെ ഉണ്ട്. നോക്ക്. കേട്ടാ, നിങ്ങൾ വിളിക്കും. ഉണ്ണിയെ ഉണ്ണിയെ എന്താ അവിടെ സാധനം വേണോ? വേണ്ട, ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വായോ. ഇങ്ങോട്ട് വാ. അല്ലയാ, അവന് വേണ്ട, അവന് വേണ്ട. നമുക്ക് കഴിയോ? കള്ളം വരണോക്ക്, കള്ളം വരണോക്ക്. പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വായോ. അപ്പൊ എല്ലാവർക്കും നിക്ക് ആളും കൂടി വരട്ടെ.
നടക്കുന്നിട് അവിടെ ഇരിക്കും. എന്താ അത് കഴിക്കില്ലേ? കഴിക്കില്ല. കഴിക്കൂല. എന്റെ ആളിയാ ഞങ്ങക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞാനേ ഓണം, വിഷു, റംസാൻ, ക്രിസ്മസ്, പിന്നെ ബാബു സംക്രാന്തി, പിന്നെ ക്ലബ്ബ് വാർഷികം, നാട്ടിലുത്സവം, അങ്ങനെ എന്തെങ്കിലും കുറച്ച് 364 ദിവസമായി. എല്ലാ ദിവസം വിശേഷം ഉണ്ടല്ലോ. ഈ സാധനം എന്നാ? ഹലോ ഗൈസ്, ഹാപ്പി വിഷു. ഞങ്ങള് കുടുംബത്തെല്ലാവരും കൂടി ചെറിയ ചില്ല് മൂഡിലാണ്. ഞാൻ കൂടെ ഉള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ശീതളേട്ടൻ, എൻ്റെ രണ്ടാമത്തെ ഏട്ടനാണ്. സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്ത്. ആളിങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട, എന്നെ ഇതൊക്കെ പഠിപ്പിച്ച ആളാണ്. എല്ലാവർക്കും അറിയട്ടെ നമ്മുടെ. ഇത് രാഘവേട്ടൻ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ആളാണ്. ഏറ്റവും അടുപ്പമുള്ള, ഞങ്ങളെ ചെറുപ്പം തൊട്ട് നോക്കി വളർത്തിയ ആളാണ്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നു. ആള് ഹാപ്പിയാണ്. ഇത് ഞങ്ങളുടെ പെങ്ങളുടെ ഭർത്താവ് അളിയൻ ഉണ്ണി. പുള്ളി കാസർഗോഡാണ്. അവിടെ പുകയില കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. പെങ്ങള് ലണ്ടനിൽ നേഴ്സാണ്. പുള്ളി അങ്ങനെ കഴിക്കാറില്ല, നിർബന്ധിച്ച 3-4 അടിക്കും, അത്രേ ഉള്ളൂ. ഇത് എന്റെ മൂത്തേട്ടൻ സുഗതേട്ടൻ, സ്കൂളിലെ മാഷാണ്. പിന്നെ ഞാൻ ഈ വക പരിപാടിയൊന്നുമില്ല. ശേഷത്തിന് അനിയന്മാരൊക്കെ വരുമ്പോ അവരുടെ കൂടെ വെറുതെ അത്രേ. എല്ലാ ദിവസവും അനിയന്മാരുടെ വീട്ടില് സാരമായിട്ട് വരുന്നത് സുഗതേട്ടനാണ്. ഓക്കെ, അപ്പൊ ഉണ്ണിയാണെങ്കിൽ ഐസ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ്. ഓ ഓ ശരി ശരി, ആയിക്കോട്ടെ. മോശമല്ല സാധനം, മോശമല്ല. അച്ഛൻ ചീത്ത പറയും, പാകത്തിന് കഴിച്ചാൽ മതി. ഞാന് ഇപ്പളേ പോരാ, യെല്ലാം കെട്ടടങ്ങിട്ടേ പോയി. വരുമ്പോഴേ പഴയ കാലം ഓർമ്മ വരികയാണ്. ശരിയാണ്. അനക്ക് ഓർമ്മയില്ലേ കുട്ടിക്കാലത്ത് നമ്മള് വിഷു ദിവസം രാവിലെ തേര് കെട്ടിയിട്ട് വീട് കൂടാന്തരം പോയിട്ട് കാശ് പിടിക്കുന്നത്? കൈനട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ വീട്ടിൽ നിന്നും പൈസ കിട്ടും. അന്ന് നമ്മളൊരു വീട്ടിലേക്ക് തേരായിട്ട് ചെന്നപ്പോളേ ഒരു ഇത്രയും പോകുന്ന ഒരു പട്ടി നിന്റെ ചന്തിക്ക് വന്ന് കടിച്ച ഓർമ്മ. എന്താ എനിക്ക് ആ നായ്ക്ക് എന്താ പ്രാന്താർന്ന് തോന്നുന്നു, കടിച്ചു പറിച്ചു തന്നെ. പ്യാരി, എന്നോട് എനിക്കൊരു കാര്യം പറയാൻ. എന്താളിയാ പറഞ്ഞു? എന്റെ പെങ്ങളെ ഞാൻ കെട്ടിയത് ഇന്റെ ഭാഗ്യ. അപ്പൊ ഞങ്ങളുടെ പെങ്ങളല്ലേ? എല്ലാരെ പെങ്ങളെന്നെ, നിങ്ങളെല്ലാരെ ഭാഗ്യ. എന്താണ്? വേറെ ആരും കെട്ടിയിട്ടുണ്ടെങ്കിൽ പണ്ടേ ഡൈവേഴ്സ് ആക്കി പോയാനെ. അതെന്ത് മര്യാദയായിട്ടാണ് അളിയാ വർത്താനം പറഞ്ഞ? ഇതാണ് ഇവനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നീ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? അത് ഒരു പണിക്ക് പോകാണ്ട് വീട്ടിലിരിക്കുമ്പോ പറയുന്ന കാശ് മുഴുവൻ അവളിങ്ങനെ അയച്ചു കൊടുക്കണ്ടേ, അതിന്റെ അഹങ്കാരാണ് ഈ പറഞ്ഞത്. അല്ല, ഞാൻ ഒരു കാര്യം പറ്റേ പുണ്യാളിയാ, നിങ്ങക്ക് 25,000 റുപ്യ മാസം വരുന്നില്ലേ എവിടേക്ക്? അതൊക്കെ പെങ്ങൾ പറയാറുണ്ട്. അവള് തരുന്ന കാശ് കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അവളെ കുറ്റം പറയാണ്. അതെ, ഇനി വേറെ നമ്മള് കുടുംബക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പാവും. നമുക്ക് അടിച്ചു. സുധേട്ടാ, അന്ന് വിഷുവിന് തേര് പോണ പാട്ടില്ലേ, അതൊന്ന് പാട്. അതാ നല്ലത്. പാട്ട് ഇവരെന്താ കളിക്കുന്നേ? മഞ്ഞനായര കുഞ്ഞനായര മഞ്ഞക്കാട്ടില് പോകാലോ, മഞ്ഞനായര കുഞ്ഞനായര മഞ്ഞക്കാട്ടില് പോകാലോ, മഞ്ഞക്കാട്ടില് പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ, മഞ്ഞക്കാട്ടില് പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ, മഞ്ഞക്കിളിയെ പിടിക്കാലോ പിന്നെ തൊപ്പയും തൂവലും പറിക്കാലോ, മഞ്ഞക്കിളിയെ പിടിക്കാലോ പിന്നെ തൊപ്പയും തൂവലും പറിക്കാലോ, തൊപ്പയും തൂവലും പറിക്കാലോ പിന്നെ ഉപ്പും മുളകും പുരട്ടാലോ, തൊപ്പയും പറിച്ചാലോ പിന്നെ ഉപ്പും മുളകും പുരട്ടാലോ. എന്താ അമ്മയാണ്. എന്ത് കുട്ടികൾ എന്തിനാണ് ഇപ്പൊ കാത്തിരിക്കണത്? ഈ പകല് പടക്കം പൊട്ടിച്ചിട്ട് എന്താണ് കാര്യം? പൂക്കുറ്റി മത്താപ്പാണ് വാങ്ങിട്ട് വന്നിരിക്കുന്നത്. അത് രാത്രി കത്തിച്ചാലല്ലേ പറ്റൂ. എന്താ കത്താത്തേക്കോട്ട്? ചെറുത് പൊട്ടിക്കാന്നു ചെറുത് പൊട്ടു. എന്ത് പണിയാണ്? ഞങ്ങൾ വന്നിട്ട് കത്തിച്ചാൽ മതി.
എത്ര വട്ടം ഞാൻ വിളിച്ചു ഇപ്പൊ വരാന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ഉറങ്ങട്ടെ, നാളെ കണി കാണണ്ടേ? എന്റെ പഴയ കൂട്ടുകാർക്കൊക്കെ ഞാൻ കൈനീട്ടം കൊടുക്കാൻ പോയതാണ്. ഇനി പടക്കം പൊട്ടിക്കൊന്നും വേണ്ട, ഈ കമ്പിത്തിൽ എത്തിച്ചാൽ മതി. അമ്മ എന്താ ഈ പറയുന്നത് നിങ്ങള്? ഇവിടെ ഇത് കത്തിച്ച നമ്മുടെ വീട്ടുകാരിലെ കാണുള്ളൂ. സൗണ്ട് ഉള്ളത് പൊട്ടിക്കാനല്ലേ നാട്ടുകാർ പൊട്ടിക്കണ്ട. അത് അങ്ങനെ പറയില്ല നിങ്ങൾ. എന്താണ് അവിടെ പടക്കം ഇരിക്കുന്നത്? അത് എടുത്തിട്ട് എന്താ ഒരു പൂത്തിരിയൊക്കെ അവിടെയാണ്. എത്ര മേടിച്ചതാണ് ഞാൻ കത്തിക്കാലോ. പടക്കം ഞാൻ ചെക്കന്മാരെ പൊട്ടിക്കാൻ പോവുകയാണ്. നോക്കിട്ട് കാണിക്കാൻ